നാമമാത്രമായ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ 1600 രൂപ കൊണ്ട് ഒരാളിന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? 60 വയസ്സ് കഴിഞ്ഞ ആളിന് 1600 രൂപ തന്നെ 16 മാസം കൊണ്ട് കുടിശ്ശികയാണ്. തൊഴിലാളികൾ അടച്ച അംശാദായം അടയ്ക്കുന്നുണ്ട്, മാസം 50 രൂപ അടയ്ക്കുന്നുണ്ട് ബാങ്കിൽ. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കൊടുക്കുന്നതാണ്. ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ അംശാദായം അടച്ചതാണ്. രണ്ടും രണ്ടാണ്. തൊഴിലാളികളെ പട്ടിണിക്കിടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നമസ്കാരം. സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ തൊഴിലാളികളും പെൻഷൻകാരും വളരെയധികം തന്നെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഇപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായ ശ്രീ വട്ടപ്പാറ അനിൽകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നമ്മൾ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാമമാത്രമായ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ 1600 രൂപ കൊണ്ട് ഒരാളിന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? 60 വയസ്സ് കഴിഞ്ഞ ആളിന് മിനിമം 5000 രൂപ പെൻഷൻ ആക്കണം. അതിന് വെറുതെ പറയുകയല്ല, നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ എല്ലാം 1% സെസ്, അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, മെട്രോ റെയിലിൻ്റെ, നാഷണൽ ഹൈവേയുടെ, ഗവൺമെൻറ് PWD വർക്കുകളുടെ എല്ലാത്തിൻ്റെയും 1%, അതുപോലെ നമ്മുടെ ഫ്ലാറ്റുകളുടെ എത്ര ഫ്ലാറ്റുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എല്ലാം 1% തുക കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുത്താൽ തീർച്ചയായും തൊഴിലാളികൾക്ക് 10000 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് അശാസ്ത്രീയമാണ്. വെറും 1600 രൂപ കൊണ്ട് ഒരാളിനും ജീവിക്കാൻ കഴിയില്ല. മാത്രമല്ല 1600 രൂപ തന്നെ 16 മാസം കൊണ്ട് കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക ഇത് തൊഴിലാളികൾ അടച്ച അംശാദായം അടയ്ക്കുന്നുണ്ട്, മാസം 50 രൂപ അടയ്ക്കുന്നുണ്ട് ബാങ്കിൽ. കേന്ദ്ര നിയമപ്രകാരം ഉള്ള പെൻഷനാണ്, അത് കൊടുക്കുന്നില്ല. അതുപോലെ അവരുടെ ആരോഗ്യ പദ്ധതികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലായിടത്തും എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. പാവപ്പെട്ട 60 വർഷക്കാലം നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാത്രം ക്ഷേമ നിധി ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം. പിന്നെ മാത്രമല്ല ഈ 2 പെൻഷൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമനിധി പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കൊടുക്കുന്നതാണ്. ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ അംശാദായം അടച്ചതാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ തീർച്ചയായും 2 പെൻഷനും 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുമ്പോൾ വരെ കൊടുത്തിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരാവശ്യം. അസംസ്കൃത വസ്തുക്കളുടെ എല്ലാം വിലക്കയറ്റം ഇവിടെ ഇത് നിയന്ത്രിക്കണം. അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഇവിടെ പാറയോ എംസാൻഡോ അതുപോലെ മറ്റ് നിർമ്മാണ സാമഗ്രികൾ ഓരോ ദിവസവും വാണം പോലെ വില കുതിച്ചു വരികയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി യാതൊരു പ്രവർത്തനവും ചെയ്യുന്നില്ല ഗവൺമെൻറ്. കൃത്യമായി നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അസംസ്കൃത വസ്തുക്കൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. തൊഴിലാളികളെ പട്ടിണിക്കിടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കരാർ നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ബോർഡ് ഇപ്പം തന്നെ 2500 കോടി രൂപയിൽ പരം കുടിശ്ശികയുള്ള ഒരു ബോർഡ് ഇനിയും 300-ൽ പരം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തി അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പഴയ തരത്തിലേക്ക് കൊടുക്കണം, പഴയതും കൂടെ കുടിശ്ശികയും കൂടി കൊടുക്കണം എന്ന ഒരു തീരുമാനമെടുത്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ ബോർഡ് നിലനിൽക്കില്ല. 10-20 ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്ത ഈ ബോർഡ് തകർന്നു പോകുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയി അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത്. നിലവിൽ ഈ തൊഴിലാളികൾക്ക് 16 മാസത്തിൽ കൂടുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഓണക്കാലം അടുത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ബിൽഡിങ്ങും അതുകൂടാതെ റോഡ് പണി ചെയ്യുന്ന തൊഴിലാളികളെല്ലാം തന്നെ ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.